ഹായ്, നമസ്കാരം. മുട്ടയൊക്കെ അടിച്ച് കണ്ടാ, അടിപൊളിയല്ലേ മുട്ട അടിച്ചത്. പിസ് പിസ് എന്നിരിക്കുക, അങ്ങോട്ട് പിസ് ഇങ്ങോട്ട് പിസ്. അതൊന്നൊന്നുമല്ല, നമ്മൾ അടൂര് ചെളിക്കുഴിയിലോട്ട് പോകുന്ന വഴിയാണ്. അവിടുത്തെ എണ്ണപ്പന കൃഷിയുടെ ചെറിയൊരു വീഡിയോ, എണ്ണപ്പനയുടെയും അവിടുത്തെ ഗ്രാമീണ ചന്തയുടെയും ചെറിയൊരു കാഴ്ച. അതാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത്. അപ്പോൾ എണ്ണപ്പന പാടത്തിലേക്കുള്ള എണ്ണപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാം ഓയിലിൻ കൃഷി. പാം ഓയിലിൻ്റെ ഒരു നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, അഞ്ജലിയിൽ നിന്ന്. അത് ഞാനെല്ലാം കൂടിയായിരുന്നു അവിടെ നിന്ന് ചെയ്തിരുന്നത്, അന്ന് അവിടെ ബേക്കറി ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഈ പുറകെ കാണുന്നുണ്ടോ, മൊത്തം റബ്ബറും തോട്ടമാണ്, 3.5 ഏക്കർ. അപ്പോൾ ശരി, എന്നാൽ അവിടെ ചെന്ന് കാണാം. ഇവിടെ ടാർ മിക്സിംഗ് പ്ലാന്റ് വരാൻ വേണ്ടി തുടങ്ങിയ അപ്പോഴത്തേക്കിനും നാട്ടുകാർ ഇതങ്ങ് കൂട്ടിച്ച്. ഇപ്പം മനോഹരമായൊരു വ്യൂ പോയിന്റായി. പട്ടാഴിക്ക് പോകുന്ന വഴിക്ക് കണ്ടാ ഒരു ചെറിയൊരു കെട്ടിടം നോക്കിയേ, കണ്ടാ, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അവിടെയാണ് ടാർ പ്ലാന്റ് വന്നിരുന്നത്. ആരംഭം തുടങ്ങിക്കഴിയുമ്പോൾ നാട്ടുകാർ സമരമായിട്ട് വന്ന് പാർട്ടിക്കാർ ഏറ്റെടുത്തു, അതങ്ങ് പൂട്ടിച്ച്. ഈ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. എല്ലാം കാടെല്ലാം പിടിച്ച് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക. ഈ പുള്ളി ഒന്നും മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. ഇതാണ് പാം ഓയിലിൻ്റെ സംഭവം, എണ്ണക്കുരു. ഇത് 35 മീറ്ററിൽ അകലം പാലിച്ച് വേണം നടാൻ. അന്നെല്ലാം JCB എല്ലാം വെച്ച് കുഴിയൊക്കെ എടുത്ത് ഞാനൊക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം നട്ടത്. ഇത് മാത്രമല്ല, ഇവിടെ താഴോട്ടൊക്കെ ഇഷ്ടം പോലുണ്ട് എണ്ണപ്പനകൾ. കാടായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ കാട്ടിനകത്തൂടെ വേണം നടന്നിട്ട് വേണം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ. കണ്ടോ മക്കളെ, തൈയാണ് ഇത്. പുല്ലിൻ്റെ കൃഷിയുണ്ട്. ഇത് മൊത്തം കണ്ടോ, ഇത് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു വരുമായിരുന്നു. അന്ന് മൊത്തം ഈ വാഴയുടെ കൃഷിയും JCB വെച്ച് കുഴിയെടുത്തപ്പോൾ ഞാനൊക്കെ ആയിരുന്നു ഇതിനകത്ത് മെയിൻ പണി. ഈ തൈ കണ്ടോ, ഈ തൈ തന്നെ 25 കിലോ വരും, മണ്ണും നേഴ്സറിയിൽ നിന്ന് വന്നപ്പം. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കുഴിക്കകത്തോട് നട്ട. JCB വെച്ച് കുഴി വെച്ചിട്ട് എടുത്തിട്ട് അവർ പോയി. പിന്നെ അവിടുന്ന് അഞ്ജലിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോയി വന്നിട്ടാണ് ഇത് ഓരോരോ കുഴിക്കകത്ത് ഇറക്കി വെച്ച് നട്ട് വെച്ചിട്ടാണ് അന്ന് 2 വർഷം കഴിഞ്ഞപ്പം ഞാനിങ്ങ് ഇറങ്ങി. അതിന് ശേഷം കണ്ടില്ലേ ഈ വസ്തുവിൻ്റെ കിടപ്പാടം നോക്കി. അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. വല്ല മൂർക്കം പാമ്പൊക്കെ ഉണ്ടെങ്കിലേ പണിയാ. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഞാൻ പോകുമ്പോൾ ഉള്ള വസ്തുവായിരുന്നോ ഇത്? ഇത്രയും വർക്ക് ചെയ്ത് കൊടുത്തതിന് എനിക്ക് 1 രൂപയുടെ കാശ് പുള്ളി എനിക്ക് തന്നില്ല. അന്ന് എനിക്ക് കിട്ടുന്ന അന്നത്തെ വേതനം എന്ന് പറഞ്ഞാൽ 700 രൂപ ശമ്പളമാണ്. ഞാനന്ന് ബോർമയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഈ വർക്കിന് എന്നെ പുള്ളി വിളിച്ചോണ്ടത്. പുള്ളിയുടെ സ്വന്തം പറമ്പായതുകൊണ്ട് നമ്മളെ പൈസ അന്ന് തന്നൊന്നുമില്ല. അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത്. ഫുൾ കാട്ടിലൂടാണ് ഗൈസ് നടപ്പ്. തൊണ്ണൂറ് എണ്ണപ്പനയാ
പാമോയിലിന്റെ സംഭവമാണ് ഇവിടെ വെച്ചേക്കുന്നത് 90 എണ്ണം. അപ്പം നോക്കി ഒരു പുക പോകുന്ന നോക്കി, അതാണ് മുതലാളിയുടെ വീട്. ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കുന്ന കാര്യം പുള്ളി അറിഞ്ഞിട്ടൊന്നുമില്ല. പുള്ളിയുമായിട്ട് ചെറിയായിട്ടൊന്ന് തെറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജോലി ചെയ്തിട്ട് പുള്ളി എനിക്ക് ശമ്പളം തന്നില്ല. പിന്നെ ആ പുള്ളി വഴക്കുണ്ടായി, ഞാൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. ചെറിയൊരു ഇഷ്യൂ ആണ് അത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിൽ ഒരു കെട്ട് കേസ് കേരള പോലീസ് നമ്മുടെ തലമണ്ടയ്ക്ക് വെച്ച് തരും. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. എണ്ണപ്പന നടുന്നവർ 35 മീറ്റർ അകലം പാലിച്ചിട്ട് വേണം എണ്ണപ്പന നടാൻ. ഇതാണ്ടോ, ഇത് മൊത്തം മുള്ള ഉണ്ടോ. ഇതാണ് സംഭവം. ഈ വരി ഇത്ര അകലത്തിൽ ചില ആൾക്കാർ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അടുത്തടുത്താണ് നട്ടേക്കുന്നത്. പക്ഷെ അങ്ങനല്ല നടണ്ടേ. 35 മീറ്റർ അകലം പാലിച്ച് വേണം നമ്മൾ നടാൻ. എല്ലാം കാട് പിടിച്ച് കയറി കിടക്കുക. അല്ലെങ്കിൽ നല്ല വൃത്തിയായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരോ സനത്തിൻ്റെ കുരുവിൻ്റെ അടുത്ത് ഈ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നങ്ങ് വിട്ടുപോകും. പാമോയിലിൻ്റെ ഈ നേഴ്സറി, ഈ സംഭവം നിങ്ങളെ കാണിച്ചത് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുക. പുല്ലൊക്കെ ഇടയ്ക്ക് രണ്ടൊക്കെ പുല്ല് കൃഷിയൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ട്. പാമോയിലിലെ നേഴ്സറിയുടെ കൊണ്ട് എൻ്റെ കൈ മുറിയുകയും ചെയ്തു. ഇവിടുത്തെ മുതലാളിക്കൊരു ബേക്കറി ഉണ്ട്, ശ്രീമുരുക ബേക്കറി ആൻഡ് ബോർമ. അന്ന് അവിടെ ജോലി ചെയ്യുമ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൃഷിക്കായിട്ട് കൂടെ നിന്നൊക്കെ ചെയ്തത്. ഇനി ചെളിക്കുഴിയിലെ ചന്തയിലെ കാഴ്ചകളാണ് ഇത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളല്ല ഇവിടെ ഉത്ഭവിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്യുന്ന വിളകൾ മാത്രമേ ഇവിടെ ഉത്പാദിക്കാറുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാം? ചെളിക്കുഴി. ഗായ്സ്, ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞല്ലോ കലവും ചട്ടി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ മണ്ണാണ് ഇവിടുത്തെ. ഒരു പ്രധാന ഒരു ആന അതുവഴി പോയപ്പോൾ എടുത്ത ഒരു കൊച്ചു വീഡിയോ ആണ്. മൺപാത്രങ്ങൾ നിർമ്മാണത്തിന് ഏറ്റവും പറ്റിയ മണ്ണാണ് ചെളിക്കുഴി. അവരുടെ അടയാളത്തിനായിട്ട് ഓർമ്മയ്ക്കായിട്ടിട്ട ഈ സ്ഥലത്തിന്റെ പേര് ചെളിക്കുഴി എന്ന് പറഞ്ഞ ഈ സ്ഥലം. അതിന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ പട്ടാഴി, അതാണ് സ്ഥലം. അപ്പോൾ ബേക്കറി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ എനിക്ക് അറിയാം, ഇന്ന ആളുടെ ഇന്ന പറമ്പൊക്കെയാന്നൊക്കെ. അപ്പോൾ അന്ന് ഞാനിവിടെയൊക്കെയാ കൂടി നട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും നന്ദി. ഓക്കെ, അടുത്ത നമ്മുടെ വീഡിയോ വരുന്ന വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെയാണ്.